ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ? പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. മകൻ മകൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് നല്ലതിനായാണ് അവർ ചോദിക്കുന്ന കാര്യമെങ്കിൽ അത് സാധിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല അപ്പൻ്റെ സ്ഥാനത്തായിരിക്കുന്ന നമ്മിൽ പലരും. അങ്ങനെ ഒരപ്പനാകണം എൻ്റെ അപ്പൻ എന്നാഗ്രഹിക്കുന്ന മക്കളായ നാം. എന്തൊരു സന്തോഷമാണ് മക്കളായ നാം ഓരോരുത്തർക്കും നമ്മുടെ മാതാവോ പിതാവോ നമ്മൾ ആഗ്രഹിച്ച ഒരു നല്ല കാര്യം ചെയ്തു തരുമ്പോൾ. മറിച്ച് നമ്മൾ ആഗ്രഹിച്ച കാര്യം ചെയ്തു തരാതെ അതിന് വിപരീതമായി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ നമുക്ക് നമ്മുടെ സ്വന്തം പാരൻസിനോട് ഒരു നീരസമായിരിക്കും, അല്ലേ? എന്നാൽ സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ സൃഷ്ടിയായ നാം ഓരോരുത്തരും നമ്മുടെ സ്വർഗത്തിലിരിക്കുന്ന അപ്പനോട് എന്താണ് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന യേശു. പെന്തിക്കോസ്ത ഞായറാഴ്ചയ്ക്ക് മുൻപുള്ള കാത്തിരിപ്പിൻ്റെ ദിവസത്തിലൂടെ കടന്നു പോകുന്ന നാം ഓരോരുത്തരും ഈ 10 ദിവസത്തിൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിനും പരിശുദ്ധാത്മാവിൻ്റെ ശിഷ്യന്മാരുടെ മേലുള്ള ആവാസത്തിൻ്റെ ഞായറിനും ഇടയിലുള്ള 10 ദിവസം, ആ പെന്തിക്കോസ്തയുടെ ഞായർ ഇന്നുള്ള ക്രിസ്തീയ സഭയുടെ ആരംഭദിനം. അതുവരെ ഭയന്നിരുന്ന ശിഷ്യന്മാർ ധൈര്യശാലികളായി അവരുടെ അതിദാരുണമായ രക്തസാക്ഷിത്വം വരെ യേശുവിനെ പ്രഘോഷിക്കുവാനുള്ള സത്യസുവിശേഷം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിക്കുവാനുള്ള ശക്തി അവർക്ക് ലഭിച്ച പെന്തിക്കോസ്തയുടെ ദിവസം. വിശ്വാസികളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പരസ്യമായി ആരംഭിച്ചതിൻ്റെ അടയാളമായ ദിനം. ആ ദിനത്തിലേക്ക് നടന്നടുക്കുന്ന നാം ഓരോരുത്തരും ആ പരിശുദ്ധാത്മാവാം ദൈവത്തെ ചോദിക്കുവാൻ എന്നും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ഗൈഡ് ചെയ്യേണ്ട, നമ്മെ കൗൺസിലിംഗ് ചെയ്യേണ്ട, നമ്മെ കംഫർട്ട് ചെയ്യേണ്ട, നമ്മെ അഡ്വക്കേറ്റ് ചെയ്യേണ്ട, നമ്മെ ഹെൽപ്പ് ചെയ്യേണ്ട പരിശുദ്ധാത്മാവാം ദൈവം. ആ പാവന ആത്മാവിനെ ധാരാളമായി നമ്മിൽ നിറയ്ക്കുവാൻ ശക്തനായ സ്വർഗസ്ഥ പിതാവിനോട് ഒരു മടിയും കൂടാതെ ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിലും ജീവിതാവസാനം വരെയും നമുക്ക് ചോദിക്കാം. ആ നിർത്താതെയുള്ള ചോദ്യത്തിന് നിർത്താതെയുള്ള ഉത്തരം അനുദിനം നമ്മുടെ ജീവിതത്തിൽ സ്നേഹമായും സന്തോഷമായും സമാധാനമായും നമ്മിൽ കുടികൊള്ളുന്ന ആത്മാവാം ദൈവം വന്ന് നിറഞ്ഞ് തന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പരിപൂർണമായും വിശ്വസിക്കാം. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.